മേരി ക്രിസ്മസ്. വെൽക്കം ടു Kettle&Krafts. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഡൽഹിയിലെത്തി ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമാണ്. എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് അവർ പറഞ്ഞത് അവർക്ക് പോർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചു പോർക്ക് വിന്താലും ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെ ഞാനൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം ഉണ്ടാക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അതിന് എൻ്റെ ചേട്ടൻ പേരിട്ടേക്കുന്നത് തിരുക്കൊച്ചി പോർക്ക് റോസ്റ്റ് എന്നാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും അത് കാണണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഇന്ന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. മെയിനായിട്ട് പോർക്കാണ് വേണ്ടത്. അത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ഇറച്ചിയും ഇതുകൂടെ ഫാറ്റ് കൂടെ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും കൂടെ അരച്ച പേസ്റ്റ് അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഫുള്ള് നമുക്ക് വേണ്ട. പിന്നെ 2 തക്കാളി അരിഞ്ഞത്, സവാള 2.5 അരിഞ്ഞത്, പിന്നെ ഒരു 6 പച്ചമുളകാണ്, അത് ചതച്ചതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ, അതും ചതച്ചതാണ്, തേങ്ങ ചതച്ചത്, കറിവേപ്പില. ഇത്രയും വേണം നമുക്ക് അതിനകത്ത് ഇടാനുള്ളത്. പിന്നെ പൊടികളാണ് വേണ്ടത്. ഇനി നമുക്ക് എന്തൊക്കെ മസാലകളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനകത്ത് മസാല ഇതിനകത്തോട്ട് തന്നെ ഇട്ട് പുരട്ടാൻ പോവാണേ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, അതിട്ട്. പിന്നെ മുളക് പൊടി 1 സ്പൂണ്, പിന്നെ ജീരകപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, വീട്ടിൽ പൊടിച്ച മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് അതൊരു 3/4 സ്പൂണ്. പിന്നെ കുറച്ച് പട്ട പൊടിച്ചതാണ്, അത് ഒരു 1/4 സ്പൂണ്. പിന്നെ കുരുമുളക് 1 സ്പൂണ്, ഏലക്ക പൊടിച്ചത് അതൊരു പിഞ്ച്. ഇത്രയും എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് ജിഞ്ചർ 1 സ്പൂൺ, 1.5 സ്പൂൺ ഇടാം. ജിഞ്ചറും ഗാർലിക്കും കൂടെ അരച്ച പേസ്റ്റ് ഇടാം. അതിന് ശേഷം നമുക്ക് കറിവേപ്പില, അത് എത്ര വേണേലും ഇടാം. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് പച്ചമുളക് ചതച്ചത്, ഇതെല്ലാം സെപ്പറേറ്റ് വേണം. പിന്നെ തക്കാളി കുറച്ച്, അത് ഒരുമിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നല്ലതായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാം. നല്ലതായിട്ട് ഇത് പിടിപ്പിക്കണം. നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ പിടിപ്പിച്ചിട്ട്, ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ക്രിസ്മസിന് എൻ്റെ ഫ്രണ്ട്സിന് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ പറഞ്ഞതാണ് ഒന്നുണ്ടാക്കാൻ വേണ്ടി. ഞാൻ 1 കിലോ മേടിച്ചിട്ട് ഞാൻ 1/2 കിലോ വിന്താലും ഉണ്ടാക്കാനും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്പെഷ്യലൊന്ന് ഈ പ്രാവശ്യം എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിങ്ങനെ തന്നെ ചിക്കനും ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് അതിന് ശേഷം ബാക്കിയൊക്കെ നമുക്കവിടെ വെച്ചേക്കണം. നമുക്ക് രണ്ടാമത് പിന്നെ നമുക്ക് മസാലയാക്കാൻ വേണം. എന്നിട്ട് നല്ലതായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ടിടാം. കുക്കറിലോട്ട് എണ്ണ ഒഴിക്കണ്ട ആദ്യം. എന്നുവെച്ചാൽ ഇതിന് ഓൾറെഡി നമുക്ക് അതിൻ്റെ ആ നെയ്യ് ഇറങ്ങുമല്ലോ. ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി അരയ്ക്കുമ്പോഴേ കിട്ടുന്ന വെള്ളം അത് ഞാൻ കളയാറില്ല. അതുകൂടെ മസാലയുടെ ഒന്നും കളയരുതെന്ന് വെച്ചാൽ അതെല്ലാം ടേസ്റ്റാണ്. ഒത്തിരി വെള്ളം ഓൾറെഡി ഉണ്ട്, എന്നാലും നമുക്ക് ഇച്ചിരി ഞാൻ നല്ലതായിട്ട് വേവിച്ചെടുക്കുന്നത്. എടുത്ത് നമുക്കത് ഇനിയൊന്ന് വേവിക്കാം. ഒരു 5 ഞാൻ 4 വിസിലടിപ്പിക്കാം. നമുക്ക് കുക്കറിലോട്ട് നമുക്ക് വിസിലടിപ്പിക്കാം. ഒരു 4 വിസിലടിപ്പിച്ച് എടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാവുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എരിവ് വേണ്ടവർക്ക് സ്പെഷ്യലായിട്ട് എരിവ് ഇട്ടോണം. എൻ്റെ ഗസ്റ്റിന് എരിവ് അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടേക്കുന്നത്. ചീനിച്ചട്ടി വെച്ചു, കുറച്ച് എണ്ണ മതി, ഒത്തിരി എണ്ണ വേണ്ട. ഗാർലിക് ഇടാം. ഗാർലിക് ഇട്ടിട്ട് ബാക്കി വന്ന ഗാർലിക്കാണ്. അയ്യോ സോറി കേട്ടോ, ഗാർലിക്കല്ല ഓണിയൻ ഇട്ടപ്പം തെറ്റിപ്പോയി.
കുറച്ച് ഉപ്പ് ഇടാം. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമുക്ക് ഉപ്പിടാമേ. ഇട്ടിട്ട് ഒരു പിഞ്ച്, ഇതിനകത്ത് ഒരു പിഞ്ച് മതി മഞ്ഞൾപ്പൊടി. ഇനി മുമ്പ് ചതച്ച് വെച്ച ബാക്കി പച്ചമുളക്, എല്ലാ ബാക്കി വന്ന മുഴുവൻ സാധനങ്ങൾ നമുക്കിടാമേ. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ഇടണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഒരു കുറച്ച് നമ്മുടെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ ഇടാം മതി. ഇനി നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് ഉണ്ടല്ലോ എണ്ണയുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. നമുക്കിതിങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത്രയും വെള്ളമുണ്ട്, നമുക്കിത് വറ്റിച്ചെടുക്കണം നല്ലതായിട്ട്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഇനി ഇത് വറ്റണം. വറ്റട്ടെ. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ തേങ്ങ അത് ചതച്ചതാണ്, അരക്കല്ല, ചെറുതായിട്ട് കഴിക്കുന്ന മുറിച്ച് കറുമുറാന്നൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയാ നമുക്കതിടാം. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടോ ഇതിടുമ്പം. അത് വിട്ടിട്ട് ബാക്കി വന്ന കറിവേപ്പിലേൻ്റെ ഇടാം. നമുക്ക് നല്ലതായിട്ട് വെച്ച് കൊടുക്കാം. ആ തേങ്ങയൊക്കെ ഇട്ടും ചെയ്ത് നോക്കണേ എല്ലാവരും, നല്ല ടേസ്റ്റാണ്. എണ്ണ വേണ്ടാത്തവർ കുറച്ച് ഒഴിക്കണമെന്നേ ഇല്ല. കുറച്ചുകൂടെ ആവട്ടെ, ഒന്ന് വറ്റി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ മതി, നമുക്ക് ഈ പരുവത്തിലെടുക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാവരും നല്ല ടേസ്റ്റിയാണ് ഇത്. തേങ്ങ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ബാക്കി ഉള്ള ഇതും കൊണ്ട് നമുക്ക് വിന്താലി ഉണ്ടാക്കണം. അപ്പം നമ്മുടെ തിരുക്കൊച്ചി പോപ്പ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടല്ലോ. എളുപ്പമായിരുന്നല്ലേ ഉണ്ടാക്കാൻ. ആ തേങ്ങ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഒരു തിന്നുമ്പോൾ ഭയങ്കര ഒരു നല്ല ടേസ്റ്റ്. അത് ഞാൻ കറുമുറാന്ന് കിടക്കുകയും ചെയ്യും. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറേ ഫിഷ് കറി ഉണ്ട്, പോത്തുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിന് ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം എല്ലാവർക്കും മേരി ക്രിസ്മസ്. എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.